ജയ് ഏതാச்சுം കടിച്ചിട്ടാ? ഇതുതാ ക്ലൂ. വെരി ഗുഡ്. അടിച്ചു പൊളിച്ചുള്ള ആർഭാടമൊക്കെ ചുമ്മാ പുറം പൂച്ച്. ഇത് തീർന്നിട്ട് വെള്ളം ഒഴിച്ച് കുലുക്കി തലവഴി കമഴ്ത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞെക്കിപ്പിഴിഞ്ഞ്. ഓ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ പാവൻ ലൈല. ഒരു ലഘു ജീവചരിത്രം, സോറി ആത്മകഥ ഓൺ എ ഡേ ടു ഡേ ബേസിസ്. സർ, ഹാവ് എ ലുക്ക്. ഓൺ 23rd നൈറ്റ് ലൈലയ്ക്ക് വേണ്ടി റാണ ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. അവൾക്ക് പരിചയമില്ലാത്ത റാണയുടെ പഴയ കോളേജ് ബാൻഡിലെ ചങ്ങാതിമാർ വരുന്നു മുംബൈയിൽ നിന്ന്. എന്നിട്ട് ലൈലയെ കൂട്ടിക്കൊണ്ടുപോകും ടു ദ വെന്യൂ. ലൈലയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് റാണ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച സം സ്പെഷ്യൽ ഇവന്റ്. ആൻഡ് ഷീ സേസ്, ഐ ഹാവ് എ ഡേറ്റ് വിത്ത് ഐഷ ഓൺ 23rd. On 23rd, another terrorist attack plot. Sir. Yes? Sir, we've intercepted a phone conversation that I think you should hear. രണ്ട് വോയിസസും വളരെ ഫെമിലിയർ ആയി തോന്നി. So we did a voice sample match. It's ready, sir. Play. हेलो। ये साला राणा कहाँ गायब हो गया? कौन सी नई बात है? ऐसे हफ्तों तक गायब रहना उसकी पुरानी आदत जो है ना। लेकिन बर्थडे पार्टी का इंतजाम तो उसी ने किया है ना। अरे क्यों फिक्र कर रहे हो मेरे भाई? राणा आए या ना आए, बर्थडे तो मनाएंगे ही और केक भी कटेगा। चल ठीक है, तो मैं कैंडल लेके आता हूँ, तू मैचेस ले आ। ठीक है भाई। ദിലാവർ ആൻഡ് ദാര, റാണയുടെ പല മിഷൻസിൻ്റെയും കീ പ്ലെയേഴ്സ്. ഇൻറ്റൻസീവ്ലി ട്രെയിൻ ആൻഡ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. இந்த ஃபோன் காலை வச்சு பார்க்கும்போது தாரா நம்ம சிட்டி பக்கத்தில் தான் எங்கேயும் இருக்கு. Sir, but we still don't know what's their plan of action. 23rd, பிரைம் மினிஸ்டர்ஸ் விசிட். அன்னைக்கு தான் கிரிக்கெட் மேட்ச். ப்ரீவியஸ் டேலேருந்து 3 நாளைக்கு ഇസ്ലാമിക് പീസ് കോൺഫറൻസ്. പ്രൈം മിനിസ്റ്റേഴ്സ് വിസിറ്റിന് ഭീഷണിയൊന്നുമില്ല. പക്ഷേ ക്രിക്കറ്റ് മാച്ചും ഇസ്ലാമിക് പീസ് കോൺഫറൻസും ടാർഗറ്റ് ചെയ്യപ്പെട്ടേക്കാം, അക്കോർഡിംഗ് ടു ഇന്റലിജൻസ് റിപ്പോർട്ട്സ്. ராணாவும் லைலாவும் இறந்து போனதுக்கப்புறம் திலாவரும் தாராவும் இந்த பிளானை டேக் ஓவர் பண்ணிருக்கு. ஷோர். Sir, it depends on what their mission is. ഈ 3 ഇവന്റ്സിൽ ഏതിന് നേരെ ഭീകരാക്രമണം ഉണ്ടായാലും ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ രാജ്യത്തിന് തലകുനിക്കേണ്ടി വരും, നാണം കെടേണ്ടി വരും ഒരിക്കൽ കൂടി. But this Aisha, who the hell is she? Excuse me, sir. Yes. Sir, somebody wants to meet you. Please wait. Jaimun sir is coming. Hello, uncle. How are you? നിനക്കും എൻ്റെ മോൾക്കും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നുമില്ല. ബട്ട് ഐ എം ഷുവർ യു ബ്രോക്ക് ഹർ ഹാർട്ട്. മിണ്ടിപ്പോരുത്, നാണം കെടുത്തല്ലേ. ട്രസ്റ്റ് ചെയ്യൂ. ചോദിക്കുന്നില്ലേ എവിടേക്കാ നിന്നെ കൊണ്ടുപോകുന്നെന്ന്? കൊല്ലാനായിരിക്കും. ചിലപ്പോ ഗണ്ണെടുക്കാൻ മറന്നുപോയിട്ടുണ്ടാവും.
അപ്പൊ കാറിടിച്ച് മറിച്ചും കൊല്ലാലോ. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ, സമയമായിട്ടില്ല കൊല്ലണം തോന്നി തുടങ്ങാൻ. അപ്പോ ഈ കാണിക്കുന്ന അഭ്യാസം എല്ലാം എന്നെ ഇംപ്രസ് ചെയ്യാനോ? അത് ഞാനിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. ജയ്ക്ക് ഇപ്പൊ എന്താ എന്നോട് പ്രൂവ് ചെയ്യാനുള്ളത്? വലിയ സ്റ്റണ്ട് മാൻ ആണെന്നോ സിനിമയിലെ പോലെ? നോ, ഞാൻ ഇതിനൊക്കെ ട്രെയിൻഡ് ആണെന്ന്. ഐ എം ആൻ ഏജന്റ്. ഏജന്റോ? Yes. ഇൻഷുറൻസ് ഏജന്റോ അതോ ട്രാവൽ ഏജന്റോ? ഓ അത് ശരി. അപ്പൊ ഏജൻസികളുടെ ഗുണ്ടായിരിക്കും അല്ലേ? അപ്പൊ പോലീസ് എടുക്കാത്തൊരു ഗൺ എടുത്ത് വെടിവെക്കും, അല്ലെങ്കിൽ നെഞ്ചത്തോടെ കാർ ഓടിച്ച് കൊല്ലും. അതിനാണോ ട്രെയിനിങ് കിട്ടിയത്? മുംബൈ 26/11 അങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? ആ നാണക്കേട് ഏൽപ്പിച്ച ആഘാതത്തിന് 1 വർഷം തികഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു നമ്മുടെ രാജ്യം. ഭീകരരോട് നേർക്ക് നേരെ നിന്ന് പോരാടേണ്ടി വന്നാൽ അതിന് സ്വന്തം മണ്ണിൽ ഒരു പുതിയ ഇന്റലിജൻസ് ഏജൻസി. അതിൽ ഒരാൾക്കും ഒരു ഏജന്റിനും സ്വന്തം ഭാര്യയോട് പോലും വെളിപ്പെടുത്താൻ അനുവാദമില്ല താൻ ശരിക്കും ആരാണെന്നും തൻ്റെ ജോലി എന്താണെന്നും. അങ്ങനെ സ്വയം വെളിപ്പെടുത്താൻ അവകാശമില്ലാത്ത അറിയപ്പെടാത്ത പോരാളികളിൽ ഒരാളാണ് ഞാൻ. ദാറ്റ്സ് മീ. അതാണ് നീയും നിന്റെ ഡാഡിയും പുറമെ നിസ്സാരമെന്ന് പുച്ഛിക്കുന്ന ഞങ്ങളുടെ പാവം കയറ്റുമതി കമ്പനി ഡക്കൻ എക്സ്പോർട്സ്. വിശ്വാസം വരുന്നില്ല ഇപ്പോഴും അല്ലേ? നോ. Come on. Look. ദാ നോക്ക്. ഈ എക്സ്പോർട്ട് കമ്പനിയിൽ ഇരുന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് ശത്രു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ഭീകരതയോട് നമ്മൾ പൊരുതുന്നത്. സി, മോണിറ്ററിംഗ് ടെറർ ആക്ടിവിറ്റീസ്, ഫോൺ ടാപ്പിംഗ്, ഹൈടെക് ലിസണിംഗ്, ചാരപ്പണി, അങ്ങനെ പലതും. കം. Check the wire. Sir. Huh? Okay. This is my boss. ഇതെല്ലാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം അംഗങ്ങളാണ്. ஓ, போன பொண்டாடி திரும்பி வந்தாச்சா? ஹாய் அஞ்சலி. ஸோ இப்போ புரிஞ்சுடா, இது எக்ஸ்போர்ட் கம்பெனி கிடையாது, நாங்கள் 2 பேரும் நேஷனல். അവർക്ക് ഉങ്ക തമിഴ് വന്ന് അവർക്ക് മനസ്സിലാവില്ല സാർ. ஓ அப்படியா? ஓகே சரி. ലുക്ക് അഞ്ജലി, ഡെക്കൻ എക്സ്പോർട്സിലെ ട്രേഡ് ചെയ്യുന്ന ചരക്ക് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? This is so unreal. ശ്രീ അഞ്ജലി, ഇവിടെ കണ്ടതും അറിഞ്ഞതും ഒക്കെ പുറത്തൊരാളോടും പറയാൻ അനുവാദമില്ല നിനക്ക്. എന്റെ ജോലി ഇദ്ദേഹം ആരാണ്, നോട്ട് എ വേർഡ്. ഓക്കെ?